വെൽക്കം ടു മൈ വേൾഡ് ഓഫ് ടേസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ ഇത് ഈസിയാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 kgയുടെ 3 കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 2 എഗ്ഗ് വെച്ചിട്ടുള്ള കേക്കും 1 എഗ്ഗ്ലെസ് കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 ആക്കിയിട്ടാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ വെഡ്ഡിങ് കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്കിത് കുറച്ച് ഹൈറ്റിലുള്ള കേക്കാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ് ഈ കേക്ക്. നമ്മൾ ഈ കേക്ക് കുറച്ച് പൊന്തി നിൽക്കുന്നതുകൊണ്ട് മുകളിൽ നിന്ന് കുറച്ച് മുറിച്ച് കളയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3 കേക്കും നമ്മൾ 2 ലെയർ വീതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയർ വീതം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. കാരണം വളരെ തുല്യമായിട്ടുള്ള അളവിൽ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിനി സെയിം പ്രൊസീജിയർ തന്നെ എല്ലാ ലെയറിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെഡ്ഡിങ് കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. കാരണം അത്രയും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു കേക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ ഭംഗിയുള്ളൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കേക്കൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളിവിടെ ഈ കേക്ക് ഹൈറ്റിൽ ചെയ്യുന്നതുകൊണ്ട് അത് കേക്ക് ചെരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. 4 സൈഡിലും ഓരോ സ്റ്റിക്ക് വീതം നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ കേക്ക് നല്ല സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് മുകളിലോട്ട് വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ 3 കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഈ കേക്കിനുള്ളൂ. പക്ഷേ ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിവിടെ 3 കേക്കും ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. 2 കേക്ക് ടിന്നിലൊഴിച്ച് ചെയ്തു. ബാക്കി ഒരെണ്ണം വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിലൊഴിച്ചിട്ടാണ് ചെയ്തത്. അത് കാരണം അതിൻ്റെ ഒരു സൈസിന് കുറച്ച് അളവ് വ്യത്യാസം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് 3 കേക്കും ഒരുമിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഈ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നത് ആ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിളോ മാംഗോ ക്രഷോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഗനാഷ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗനാഷ് ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇനി ലാസ്റ്റ് നമ്മൾ വീണ്ടും സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് കേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഒരു 4 സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിക്ക് കുത്തി കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് നല്ല സ്റ്റഡി ആയിട്ട് കേക്ക് നിൽക്കും. ഇപ്പോൾ നമ്മൾ 2 തവണ സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ചെരിയെ അതുപോലെ ഒന്നും കേക്കിന് ഇനി സംഭവിക്കില്ല. ഇതവിടെ എല്ലാ ലെയറും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം സ്മൂത്തൻ ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമ്മൾ ആ സൈഡിലും പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡിലും നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ഒരുവിധം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് നമ്മൾ അതിൻ്റെ തണ്ടുകളൊക്കെ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് ചുറ്റി വെച്ചിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത ഫ്ലവേഴ്സാണിത്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നീളം കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ വെഡ്ഡിങ് ആയതുകൊണ്ട് റോസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടുതലും. ഇവിടെ കുട്ടികളൊക്കെ 2 സൈഡിലും വന്ന് നിൽക്കുന്നുണ്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സമാധാനം അവർ തരാറില്ല. അവരുടെ സജഷനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറേയൊക്കെ ഞാനതിൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലൊക്കെ നമുക്ക് വൈറ്റ് ഫ്ലവേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ റെഡും വൈറ്റും കൂടുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ഒരു ലുക്കാണ് കാണാനായിട്ട്. നമുക്ക് വേറൊരു കളറും വെച്ചാൽ ഇത്ര ഒരു ലുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെഡ്ഡിങ്ങിൻ്റെ ഒരു തീം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഏതൊരു കേക്ക് ജസ്റ്റ് ഒന്ന് കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു കേക്കാണ്. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങളുടെ ചെടിയുമെന്ന് ഞാൻ എടുത്തതാണ്. ക്രിസ്മസ് ട്രീയുടെ ചെടിയുമെന്ന് ഞാൻ എടുത്ത് വാഷ് ചെയ്തിട്ട് വെച്ചതാണ്. ഈ ഒരു ലീഫും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് കാണാനായിട്ട്. ഇനി താഴെ നമുക്ക് ഒരു റിബണൊന്ന് കെട്ടിവെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് റോസറ്റും ഞാൻ ചെയ്യുന്നുണ്ട്. താഴെ നമ്മൾക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് വിപ്പിംഗ് ക്രീമിൽ കളർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് റോസറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഇതാ ഇവിടെ നമ്മുടെ വെഡ്ഡിങ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.